ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ സിമ്പിൾ ഗ്രനോള ഉണ്ടാക്കാൻ പോകുകയാണ്. ഇതൊരു ഹെൽത്തി സ്നാക്ക് അല്ലെങ്കിൽ ടോപ്പിംഗ് യൂസ് ചെയ്യാൻ സൂപ്പറാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മുടെ അവനെ 160 സെൽഷ്യസ് അല്ലെങ്കിൽ 325 ഫാരൻഹൈറ്റ് വരെ പ്രീഹീറ്റ് ചെയ്യുകയാണ്. ഒരു വലിയ പാത്രത്തിനകത്ത് 2 കപ്സ് ഓട്സ് ഇടാൻ പോകുകയാണ്. പിന്നെ 1 കപ്പ് നട്ട്സ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതാണ് വാൾനട്ടും ബദാമും കശുവണ്ടിയും. പകുതി കപ്പ് സീഡ്സ്. ഞാൻ ഉപയോഗിക്കുന്നതാണ് സൂര്യകാന്തും മത്തങ്ങയും ഫ്ലാക്സ് സീഡ്സും. പകുതി കപ്പ് ചിറുക്കിയ തേങ്ങയും. ഞാൻ ഉപയോഗിക്കുന്നത് ഇത് റെഡിമെയ്ഡ് ചിറുക്കിയ തേങ്ങയാണ്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് ഉണക്കണം. കുറച്ചിട്ട് ഒരു രുചിയിന് വേണ്ടി ഞാൻ പകുതി ടീസ്പൂൺ കറുവപ്പട്ട പൊടി ഇടാൻ പോവുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും. ഇതിപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്ത് സൈഡിൽ വെക്കാം. അടുത്തത് ഒരു ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചീനച്ചട്ടിയിൽ 1/4 കപ്പ് വെളിച്ചെണ്ണ ലോ ഹീറ്റിൽ ഇരിക്കുക. ഇത് ഒഴുകി കഴിയുമ്പോൾ തേയിൽ നിന്ന് എടുത്ത് 1/4 കപ്പ് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ തേനും നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ അടുത്തായി മഞ്ഞളിലുള്ള തേനില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വെളുത്ത് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ വെളുത്തിവിടെ പല്ലേ കൊടുക്കുന്നത്. ഇപ്പം ഈ 2 മാച്ചിങ്ങാ. ഇതിനകത്ത് 1/4 കപ്പ് തേൻ ഇടാൻ പോകുവാണ്. പിന്നെ പകുതി ടീസ്പൂൺ വെനില എക്സ്ട്രാക്ട് ആഡ് ചെയ്യുക. ഈ വെളിച്ചെണ്ണ തേനും വെനില എക്സ്ട്രാക്റ്റും നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഓട്സ് അല്ലേ, ഇപ്പം നന്നായിട്ട് രണ്ടും മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമുക്ക് സൈഡിൽ വെക്കാം. അടുത്തത് ഒരു ബേക്കിംഗ് പാൻ എടുത്ത് ബേക്കിംഗ് ഷീറ്റ് കൊണ്ട് നമ്മൾ ഇത് നിർത്തുക. ഈ മിക്സർ എടുത്ത് നല്ലതായിട്ട് വറുത്തുക. ഇതിപ്പം ഞാൻ അതിനകത്ത് ഇടുവാണ്. ഗ്രനോള ഗോൾഡനും ക്രിസ്പിയും ആകുന്നത് വരെ 20 മുതൽ 25 മിനിറ്റിന് വരെ ചൂടണം. നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഒരു കടായി എടുത്തിട്ട് ലോ ഹീറ്റിൽ നല്ലതായിട്ട് ഇളക്കുക. മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമേ, കാരണം ചിരിക്കിയ തേങ്ങയല്ലേ, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് നമുക്ക് സൂക്ഷിക്കണം. ഇതിപ്പം തീരാറായി. കണ്ടില്ലേ, ഇത് നല്ലതായിട്ട് ഗോൾഡനും ക്രിസ്പിയുമായി. നമ്മൾ ഗ്രനോള കുറച്ച് തണുത്തായി പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂളാകുന്ന സമയത്ത് 1/4 കപ്പ് ഉണക്ക ക്രാൻബെറി അല്ലെങ്കിൽ ഉണക്ക മുന്തിരിങ്ങ പോലെ ആഡ് ചെയ്യാം. ഞാനിതെല്ലാം ഒരു പാത്രത്തിനകത്ത് ഇടാൻ പോവാണ്, കാരണം മിക്സ് ചെയ്യാൻ ഈസിയാണ്. ഞാൻ ഉപയോഗിക്കുന്നതാണ് ഗോജി ബെറീസ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗ്രനോള 2 ആഴ്ചത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഇടണം. ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കണ്ടേ, പക്ഷെ സമയമില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇത് 2 ആഴ്ചത്തേക്ക് നമ്മൾക്ക് യൂസ് ചെയ്യാം.